അതെ, നമ്മളെ കേട്ടിരിക്കാൻ ഒരു ബെസ്റ്റി നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്രണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരിയോ ഒക്കെ നിങ്ങൾക്കുണ്ടോ? ചിലർക്ക് ഉണ്ടായിരിക്കും, ചിലർക്ക് ഉണ്ടാവത്തില്ല. എല്ലാവർക്കും ഒന്നും അത്രയും നല്ലൊരു നമ്മുടെ മനസ്സിൽ നമ്മളെ അറിയുന്ന, അല്ലെ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ ഇഷ്ടങ്ങള്, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഫ്രണ്ട്സ് ഇന്നത്തെ കാലത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ നമുക്ക് തന്നെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും, അല്ലെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ നമ്മുടെ നമ്മുടെ ഇമോഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സങ്കടം ആയിക്കോട്ടെ, നമ്മുടെ ദേഷ്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തോ ആയിക്കോട്ടെ, നമ്മൾ മറ്റുള്ളവരോട് പറയുന്നേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ ജേർണൽ ചെയ്യുന്നതാണ്. ഈ ജേർണലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഓൾമോസ്റ്റ് ഡയറി പോലെ, പണ്ടത്തെ നമ്മൾ ഡയറി എഴുതുക എന്ന് പറയില്ലേ, അതിന്റെ ഒരു ന്യൂ വേർഷൻ എന്ന് വേണേൽ പറയാം. പക്ഷെ ഇതിന് ഓരോ റൂൾസും ഇല്ല കേട്ടോ. ഇവിടെ കുത്തിടണം, ഇവിടെ കോമ ഇടണം, ഇവിടെ ഇങ്ങനെ ഇത്ര ഗ്യാപ്പ് ഇട്ട് എഴുതണം, അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ എന്നാ കാര്യമാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്നതാ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്, അല്ലെ നിങ്ങളുടെ ദേഷ്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരാളോട് എന്തെങ്കിലും പറയണം, സങ്കടം അവരോട് പറയാൻ പറ്റില്ല, ഡയറിയിൽ അങ്ങ് എഴുതിയാൽ മതി, അല്ലെ നിങ്ങളുടെ ജേർണൽ ചെയ്യുന്ന ബുക്കിൽ അങ്ങ് എഴുതിയാൽ മതി. ഓരോ റൂൾസും ഇല്ല, എന്നാ വേണേലും എഴുതാം, എങ്ങനെ വേണേലും എഴുതാം. നമ്മൾ ഈ വർത്താനം ഒക്കെ പറയുകയല്ലേ, എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എഴുതിക്കൊണ്ട് പോകാൻ പറ്റും കേട്ടോ. ഇത് എഴുതുന്നതിലൂടെ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ, എത്ര പെട്ടെന്നറിയാം നമ്മുടെ മൈൻഡിൽ എത്ര ദേഷ്യം അല്ലെങ്കിൽ എത്ര സങ്കടമുണ്ട്, നമുക്ക് ഒരു പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രോബ്ലം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ജേർണൽ ചെയ്യുന്നതിലൂടെ നമുക്കത് ഇന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊരു നല്ലൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ മൈൻഡിന് ഭയങ്കര റിലീസ് ആയിരിക്കും. സോ ജേർണലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് വേണ്ടത് ഒരു ബുക്കും ഒരു പെന്നും ആണ് കേട്ടോ. അപ്പം ആ ബുക്കില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ബെസ്റ്റ് ആണല്ലോ, നിങ്ങളുടെ ഒരു ബെസ്റ്റി ആണല്ലോ അത്. അപ്പം അത് നമ്മളുടെ കാര്യങ്ങള്, നമ്മുടെ ചിന്തകള്, നമ്മുടെ ജീവിതമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മളൊരു ഒരു ഫ്രണ്ടിനോട് പറയുന്നത് പോലെ നമുക്കത് ചെയ്തു തുടങ്ങാം. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതിന് നിങ്ങളൊരു ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഹാർട്ടിൽ നിങ്ങൾക്ക് തട്ടുന്ന ഒരു പേരുണ്ടല്ലോ, ആ ഒരു പേര് കൊടുക്കാം കേട്ടോ. പേര് കൊടുത്തിട്ട് വേണം നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് എന്റെ ജേർണലിൽ ഞാൻ ഇട്ട പേര് മുത്തുമണി എന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ എഴുതുന്ന രീതി എന്നാന്ന് പറഞ്ഞാൽ, ഡിയർ മുത്തുമണി, എന്നാന്നറിയാമോ, ദേ ഇന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ഇതേപോലെ ഫോളോ അപ്പ് ചെയ്യണമെന്നല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജേർണലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അതാണോ നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തകൾ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സാഡ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവം, ആരോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കിത് ജേർണലിംഗ് ചെയ്യാം. ഇതിലൂടെ നമുക്ക് നല്ലൊരു അവയർനെസ് കിട്ടിത്തുടങ്ങും, നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടിത്തുടങ്ങും. നമ്മുടെ എന്താ പറയണ, നമ്മൾക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ അനിഷ്ടങ്ങളും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതിലൂടെ. നമ്മളെ ഹാപ്പി ആക്കി വെക്കുന്ന കാര്യങ്ങള്, നമ്മളെ അൺഹാപ്പി ആക്കുന്ന കാര്യങ്ങള്, നമ്മൾക്ക് മുന്നോട്ട് ചെയ്യേണ്ട കാര്യങ്ങള് എല്ലാം നമുക്ക് ഇതിലൂടെ നമുക്ക് എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കി, നമ്മുടെ ചിന്തകളെ നമ്മൾ പേപ്പറിലേക്ക് പകർത്തുമ്പോൾ അതിനൊരു ക്ലാരിറ്റി കിട്ടും, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ ഇതെടുത്ത് നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലായി തുടങ്ങുക. അത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ചെയ്തു തുടങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ നമ്മൾ ഈ ജേർണലിംഗ് നമ്മളെ സഹായിക്കും. ഡിപ്രഷൻ, ആങ്സൈറ്റി, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണെങ്കിലും ജേർണലിംഗ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ എന്റെ ലൈഫിൽ അത് കുറെയല്ല കേട്ടോ, ഓൾമോസ്റ്റ് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ എന്റെ ലൈഫിൽ പല സിറ്റുവേഷൻസിൽ നിന്നും ഞാൻ കരകയറി വന്നത് ജേർണലിംഗ് ചെയ്യുന്നതിലൂടെ മാത്രമാണ്. ലൈഫിൽ നമുക്ക് മാറ്റം കൊണ്ടുവരേണ്ട ഏതൊക്കെ ഏരിയാസ് ഉണ്ട് അതൊക്കെ നമ്മൾ നോക്കി വെക്കുക. എന്നിട്ട് അതിനെപ്പറ്റി നമ്മൾ ജേർണലിംഗ് ചെയ്യുക. എന്നിട്ട് അതിൽ ഞാൻ എന്തൊക്കെയാണ് മാറ്റം കൊണ്ടുവരേണ്ടത്, എന്റെ ലൈഫ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അപ്പൊ ഞാൻ ഏത് രീതിയിൽ മാറണം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ജേർണലിംഗ് ചെയ്തുകൊണ്ട് പോകുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് തന്നെ നമ്മളെ ഹീൽ ചെയ്യാനും ഒക്കെ ഈ ജേർണലിംഗ് നമ്മളെ സഹായിക്കും. എന്ത് ഇമോഷൻ അല്ലെ നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലും മറ്റൊരാളുടെയും സഹായം തേടാതെ വെറും ജേർണലിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളെ തന്നെ അതിൽ നിന്ന് കരകയറ്റിക്കൊണ്ട് ആ ഒരു ദുഃഖത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സങ്കടത്തിൽ നിന്നൊക്കെ നമുക്ക് കരകയറാനൊക്കെ ഈ ജേർണലിംഗ് നമ്മളെ സഹായിക്കുന്നതാണ്. സോ എന്റെ ഒരു പേഴ്സണൽ അനുഭവം പറയുവാണെങ്കിൽ, എന്റെ ഗ്രാൻഡ് മദർ
എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ഗ്രാൻഡ് മദർ ആയിരുന്നു. സോ ഞാൻ ഇങ്ങോട്ട് വന്ന ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചു. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എൻ്റെ അമ്മച്ചി മരിക്കുന്നു. അത്ര മിടുക്കിയായിട്ട് ഓടി നടന്ന അമ്മച്ചിയായിരുന്നു. സോ അമ്മച്ചി മരിച്ചത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും വലിയൊരു ഷോക്കായിരുന്നു. ആ സമയത്ത് ഞാൻ കൂട്ടുപിടിച്ചാണ് എൻ്റെ ജേർണലിനെ, എൻ്റെ മുത്തുമണീനെ. ആ മുത്തുമണിയിലൂടെയാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ സങ്കടങ്ങള് ഒക്കെ ഞാൻ എഴുതിയാണ് ഞാൻ അതിൽ നിന്ന് ഇപ്പോഴുള്ള ആ ഒരു രീതിയിലേക്ക് ഞാൻ മാറിയത് ഒക്കെ ഞാൻ ജേർണലിങ് ചെയ്തതിലൂടെയാണ് കേട്ടോ. അത് ഞാൻ ഭയങ്കര, എനിക്കിപ്പം പറയുമ്പോൾ ഞാൻ ഭയങ്കര ചിലപ്പോൾ ഞാൻ ഇമോഷണൽ ആയിപ്പോ, അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ ഞാൻ പോകുന്നില്ല. സോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് മനസ്സിൽ എന്ത് വിഷമം ഉണ്ടെങ്കിൽ, എന്ത് സങ്കടം ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ജേർണലിങ് ചെയ്യുന്നതിലൂടെ ഇതിനെയൊക്കെ മാറ്റിക്കൊണ്ട് വരാൻ നിങ്ങളെയൊക്കെ സഹായിക്കുന്നതാണ്. ആർക്കെങ്കിലും ലൈഫിൽ ഇങ്ങനെയൊന്നും പോയാൽ പോരാ, എന്തെങ്കിലുമൊക്കെ എൻ്റെ ലൈഫിലും ചേഞ്ച് കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇന്ന് തൊട്ടെങ്കിലും ഈ ജേർണലിങ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ സഹായിക്കും. ഐ എം ഷുവർ എൻ്റെ ലൈഫിൽ ഞാൻ പേഴ്സണലി അനുഭവിച്ച് അറിഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഇത് ധൈര്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.